IPL ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. RCB കപ്പ് നേടിയിരിക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 161 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിൽ ഇപ്പോഴിതാ RCB കപ്പ് നേടിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 6 അടിച്ചുകൊണ്ട് ഇപ്പോൾ RCB IPL കിരീടം, അതായത് രണ്ടാമത്തെ തുടർച്ചയായ കിരീടം നേടിയിരിക്കുകയാണ്. ബംഗളൂരു വിവരം നൽകാൻ അനൂപ് ചന്ദ്രശേഖരൻ ചേർന്നു. അനൂപ്, ഏറ്റവും സന്തോഷകരമായൊരു വാർത്ത വരുന്നു. ഇപ്പോൾ RCB കിരീടം നേടിയിരിക്കുകയാണ്, തുടർച്ചയായ 2ാം വർഷം. വിവരങ്ങൾ. അമലെ തുടർച്ച 2ാം വട്ടമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കിരീടം നിലനിർത്തുന്നത്. പ്രത്യേകിച്ച് അത്ര ആവേശകരമെന്നൊന്നും പറയാൻ പറ്റാത്തൊരു ഫൈനലിലാണ് RCBയുടെ കിരീടധാരണം എന്ന് പറയാം. കാരണം ആദ്യം ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് മാത്രമേ നേടിയുള്ളൂ. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബംഗളൂരു 12 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയം പിടിച്ചെടുത്തതെന്ന് പറയാം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മുൻ നായകൻ വിരാട് കോഹ്ലിയുടെ 42 പന്തിൽ 75 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെ ചേതോഹരമായ ഇന്നിംഗ്സ് ആണ് ബംഗളൂരുവിന് തുടർച്ചയായ 2ാം കിരീടം നേടിക്കൊടുത്തത്. അതായത് 3 സിക്സറുകളും 9 ബൗണ്ടറികളും അടക്കുന്നതായിരുന്നു വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ ഫൈനൽ മത്സരം നടന്നത്. ഇത് ഈ ഗ്രൗണ്ടിൽ മുമ്പ് നടന്ന മത്സരങ്ങളൊക്കെ തന്നെ 186 റൺസാണ് ശരാശരി ഇന്നിംഗ്സ് ആ ഗ്രൗണ്ടില്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ 155 റൺസ് മാത്രമേ ഗുജറാത്തിന് ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത് ഗുജറാത്തിന് നേടാനുള്ളൂ. അതിൽ പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ടത് ബംഗളൂരു ബോളർമാരുടെ മികവുറ്റ പ്രകടനം എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഭുവനേശ്വർ കുമാറിനെയും ജോഷ് ഹസൽവുഡിനെയും റാസിഖ് സലാംദറിന്റെ മികവുറ്റ ബോളിംഗ് ആണ് ഗുജറാത്തിന് 155 റൺസ് എന്ന 8 വിക്കറ്റ് 155 റൺസ് എന്ന ഇന്നിംഗ്സിലേക്ക് തളച്ചിട്ടത്. പ്രത്യേകിച്ച് ഗുജറാത്തിന്റെ ഓപ്പണർമാരായ സായ് സുദർശനെയും ശുഭ്മാൻ ഗില്ലിനെയും തുടക്കത്തിലെ തന്നെ പറഞ്ഞുവിടാൻ ഗുജറാത്ത് ബോളർമാർക്കായി. സായ് സുദർശൻ 12 റൺസും ശുഭ്മാൻ ഗില്ലിന് 10 റൺസും മാത്രമേ എടുക്കാനായുള്ളൂ. അതേസമയം മിഡിൽ ഓർഡറിൽ ഇറങ്ങിയ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ഗുജറാത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബംഗളൂരുവിന് ഓപ്പണർമാരായ വെങ്കടേഷ് അയ്യരും വിരാട് കോഹ്ലിയും മിന്നുന്ന തുടക്കം തന്നെയാണ് സമ്മാനിച്ചത്. പ്രത്യേകിച്ച് വെങ്കടേഷ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയ വെങ്കടേഷ് അയ്യർ 16 പന്തിൽ നിന്ന് 4 ബൗണ്ടറികളും 2 സിക്സറുകളും അടക്കം 32 റൺസ് നേടി. ഇടയ്ക്ക് റാഷിദ് ഖാന്റെ ബോളിംഗ് മികവിൽ ബംഗളൂരു ഇടയ്ക്കൊന്ന് പതറിയെങ്കിലും വിരാട് കോഹ്ലിയുടെ ചേസ് മാസ്റ്റർ എന്ന ലേബലിലുള്ള വിരാട് കോഹ്ലിയുടെ ചേതോഹരമായ ഇന്നിംഗ്സ് ബംഗളൂരിന്റെ തുടർച്ചയായ 2ാമത്തെ IPL കിരീടത്തിന് സമ്മാനിച്ചു. മറ്റൊരു എടുത്തു പറയേണ്ട വസ്തുത എന്ന് പറയാൻ IPL കിരീടം 2 തവണ നിലനിർത്തുന്ന 3ാമത്തെ ഈ നായകനായിട്ട് മാറിയിരിക്കുകയാണ് ബംഗളൂരുവിന്റെ ക്യാപ്റ്റൻ രജിത് പട്ടിദാർ. നേരത്തെ ഈ നേട്ടം മഹേന്ദ്ര സിംഗ് ധോണിയും രോഹിത് ശർമ്മയും മാത്രമാണ് കൈവരിച്ചിട്ടുള്ളത്. അമൽ, വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ IPL തുടർച്ചയായ 2ാം വർഷവും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലിയുടെ ഒരു സൂപ്പർ ഇന്നിംഗ്സിലൂടെ, ഒരു തകർപ്പൻ ബാറ്റിങ്ങിലൂടെയാണ് ഇപ്പോഴിതാ ഗുജറാത്തിനെതിരെ അനായാസകരമായ ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് ബംഗളൂരു.